ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈസ്റ്റർ അടുക്കുന്ന കാരണം കൊണ്ട് തന്നെ ഈ കുഞ്ഞു കുഞ്ഞ് ഡെക്കോ സാധനങ്ങൾ തപ്പിയിട്ട് ഇറങ്ങിയതാട്ടോ ഞാൻ. അപ്പോൾ ചെറിയ ചെറിയ ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ കയറി തപ്പി സെലക്ട് ചെയ്തിട്ട് നമുക്ക് മേടിക്കാനുണ്ട് കേട്ടോ. ഞാൻ സാധാരണ കയറുന്ന കുറച്ച് ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ പുതിയ കളക്ഷൻസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ? വാ. പാലാരിവട്ടത്തുനിന്ന് നമ്മൾ കാക്കനാട് പോകുന്ന വഴിക്കാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് കാക്കനാട് പോകുന്ന വഴിക്കാണ് ഞാൻ ഈ ഫസ്റ്റ് പോകുന്ന ഷോപ്പ് ഉള്ളത്. ഇവിടുന്ന് നമ്മൾ കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പം ഇത് കണ്ടോ, ഈ പള്ളിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ലെഫ്റ്റ് പോകുന്ന ഒരു വഴിയുണ്ട്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് നമ്മൾ പോകുന്ന ഷോപ്പ് ഉള്ളത്. പാടിവട്ടം അല്ലേ? പാടിവട്ടം. ഓക്കെ. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് പോകണം, ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റ് തിരിയുമ്പോൾ അവിടെ കുര്യൻ ക്യൂരിയോസ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. പാടിവട്ടം കഴിഞ്ഞിട്ട് ചെമ്പുമുക്ക്. ചെമ്പുമുക്കിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയുമ്പം കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ലെഫ്റ്റിൽ തന്നെ ഈ ഷോപ്പ് കാണാൻ പറ്റും നമുക്ക്. അവിടെ നമ്മൾ കുര്യൻ ക്യൂരിയോസ് എന്ന് പറയുന്നൊരു ചെറിയൊരു ഷോപ്പ്, ചെറുതൊന്നും അല്ല, അത്യാവശ്യം വലിയൊരു ഷോപ്പ് തന്നെയാണ്. ഇവിടെ നിന്നല്ലേ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയും. നമ്മൾ ലെഫ്റ്റ് തിരിയുമ്പോൾ ഈ ഷോപ്പാണ്. അതെ, അവിടെയാ ഇതാണ് ഷോപ്പ്. അല്ല, ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യത്തെ പർച്ചേസിങ് ചെയ്യുന്നത്. ഈസ്റ്റർ ബണ്ണീസ് വന്നിട്ടുണ്ട് കേട്ടോ, ഒത്തിരി വന്നിട്ടുണ്ട്. ഈസ്റ്റർ കളക്ഷൻസും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എനിക്ക് ഡെക്കറേഷന് വേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. നമുക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. കിച്ചണിലും പ്ലേസ് ചെയ്യാം, ഇത് നല്ലതാണ്. ഇത് നല്ല രസമുണ്ടല്ലേ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു കളർ തീം നമ്മളുടെ വീട്ടിൽ നല്ല രസമായിട്ട് ചേർന്ന് പോകും. ഇതും ഭംഗിയുണ്ട്. ഈ ഗ്രീനും നല്ല രസമുണ്ട് കാണാൻ. സൂക്ഷിച്ചെടുക്കണം. ഗ്രീനും നല്ല രസമുണ്ട് കാണാൻ അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഭയങ്കര ഇഷ്ടമായത്. ഇത് കഴിഞ്ഞാലും ഇത് ഇങ്ങനെയുള്ള പീസുകൾ നമുക്ക് വീട്ടിൽ ഡെക്കോറായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷെ ഇത് ഇങ്ങനെയുള്ള ടൈമിലാണ് ഇതൊക്കെ നമുക്ക് വരിക, ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ. ഇത് കഴിഞ്ഞാലും നമുക്കിത് ഇങ്ങനെയുള്ള ടൈമിൽ വന്ന് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടാണെങ്കിലും നമുക്ക് വീട്ടിൽ വെക്കാനായിട്ട് പറ്റുക. ഞാൻ ഇതൊരെണ്ണം എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതെനിക്കിഷ്ടമായി. ഇത് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ
ഇതിനത് ഹോളൊന്നുമില്ല. അപ്പോൾ ഇത് ഒന്നെങ്കിൽ കിച്ചണിലേക്ക് അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലേക്ക് വേണ്ടിയിട്ട് ഇതിൽ ചെടി ഇട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. വെള്ളത്തിലുള്ള ചെടിയും കാര്യങ്ങളും ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു പിങ്ക് കളറാണ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ ഒരു തീമും ആ ഒരു കളറൊക്കെ തന്നെ ആയ കാരണം കൊണ്ട് ഇതിൽ ചെടി ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇതും എനിക്ക് ഇഷ്ടമായി. ഇതും നല്ല ഭംഗിയുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലില്ലിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എൻ്റെ മനസ്സിൽ. ഒരു ആർട്ടിഫിഷ്യൽ ലില്ലി ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പം ഇതും എൻ്റെ ഒരു മൈൻഡിലുണ്ട്, എടുക്കാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇത് കണ്ട് ഇതൊരു ട്രേ പോലെയാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഡൈനിങ്ങിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതും ഒരു ആർട്ടിഫിഷ്യൽ ലില്ലി ഉണ്ടാക്കിയിട്ട് ഒരു മഡിൽ നമുക്കിങ്ങനെ കുത്തി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷെ ഇതൊരു വൈറ്റ് കളർ ആയതുകൊണ്ട് ലില്ലിയും വൈറ്റ് അല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ ഇതെടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഇതിൻ്റെ ആണോ, ഇത് നമുക്ക് കിച്ചണിൽ സ്പൂണൊക്കെ ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഫ്ലവർ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഇത് ഞാൻ തീരുമാനിക്കട്ടെ. എന്നിട്ട് എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കറക്റ്റായിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഡെക്കോർ ബൈ മനീഷ എന്ന് പറയുന്ന ഒരു ഷോപ്പിലാട്ടോ വന്നത്. എനിക്ക് കുറച്ച് ബെഡ്ഷീറ്റ്സും സ്പ്രെഡും ഒക്കെ നോക്കാനുണ്ടായിരുന്നേ. അപ്പം ഇതിൻ്റെ കുഷൻ കവേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഈ സ്പ്രെഡിന് എത്രയാണ്? 4850. ഓക്കെ, ഹാൻഡ് മെയ്ഡ്. ഇതിൻ്റെ ഇടയിൽ ഫുള്ള് ക്രോഷ്യോ വർക്ക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇതെൻ്റെ കുഷൻ കവേഴ്സ്, പില്ലോ കവേഴ്സ്. അതിൻ്റെ തന്നെ 2 പില്ലോ കവേഴ്സും ഉണ്ട്. ഞാനിവിടെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വർക്ക് എന്തായിരുന്നു? ക്രോസ് സ്റ്റിച്ച് അല്ലേ. ഇവിടെ ഞാൻ ക്രോസ് സ്റ്റിച്ചിൻ്റെ 1-2 ബെഡ്ഷീറ്റ്സും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ക്യൂൻ സൈസിൻ്റെ 3-4 ബെഡ്ഷീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെനിക്ക് 1-2 ഒന്ന് വിടർത്തി കാണിച്ചു തരാം. ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ട് 3-4. ഇതിനൊക്കെ എത്രയാണ് വരുന്നത് റേറ്റ്? 2500. ഓക്കെ, ഇതിലിങ്ങനെ ഫുൾ വർക്ക് വരും. ഇതിൻ്റെ അറ്റത്തും ഇങ്ങനെ ലേസ് വർക്ക് വരുന്നുണ്ട്. ഇതെടുക്കാവേ. ക്യൂൻ സൈസ് അല്ലേ ഇത്? അപ്പം അതിൻ്റെ തന്നെ വേറെ വേറെ കളേഴ്സൊക്കെ വരുന്നുണ്ട്. ഇത് കിങ് സൈസ് നോക്കിയതാണ്. ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ബെഡ്ഷീറ്റ്സ് എനിക്ക് വേണമായിരുന്നു ഒരു 3-4 കളറ്.
അപ്പം അത് നോക്കാനും കൂടിയാണ് ഞാൻ വന്നത് ഇവിടെ. അതിൻ്റെ വേറെ വേറെ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതാ അതിൻ്റെ ഗ്രീൻ ഉണ്ട്, ഈ ഷെയ്ഡ് ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ്സ് വേണ്ടവർക്ക് ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് വേണ്ടവർക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഈ വർക്കിൻ്റെ ബെഡ്ഷീറ്റ്സ് കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ വർക്ക് നോക്കിയിട്ട് വന്നതാണ്. അത് കണ്ടോ, ഇതിൻ്റെ ഒരു 3 ബെഡ്ഷീറ്റ്സ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. റണ്ണേഴ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ മുമ്പ് വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, അറിയാലോ. പിന്നെ എന്താണ്, റണ്ണേഴ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. എന്താണ്, ക്രോഷ്യോ ഒക്കെ ഉള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് സൈഡിൽ ക്രോഷ്യോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലെയിൻ റണ്ണേഴ്സ് തപ്പി വന്നതാണ്. അപ്പോൾ എനിക്ക് ആ ആവശ്യത്തിനുള്ള ഇതുണ്ട് ഇവിടെ, പ്ലെയിൻ റണ്ണേഴ്സും ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഇതിൻ്റെ ബോർഡറിൽ ക്രോഷ്യോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആവശ്യത്തിനുള്ള പ്ലെയിൻ റണ്ണേഴ്സും കിട്ടിയിട്ടുണ്ട്. ഇതിന് സൈഡിലൊക്കെ ക്രോഷ്യോ വർക്ക് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇവിടെ മാത്രം ബ്രൗൺ കളറിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കളറിലൊക്കെ ക്രോഷ്യോ വർക്ക് ചെയ്താലും ഭംഗിയായിരിക്കും. അപ്പം ലിവിങ് റൂമിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഷ്യൻസിൻ്റെ ഒരു ഇതും കൂടി നോക്കാനുണ്ട്. അപ്പം കുഷ്യൻസിൻ്റെ സെക്ഷനും കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. എനിക്ക് ഒരു 18x18 ആണ് വേണ്ടത്. ഒരു ഏതാ അത്? ഓക്കെ. നമ്മുടെ ആ ഒരു ഫ്രണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇത് അല്ലേ, ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പുമായിട്ട് നല്ല മാച്ച്. നല്ല രസമുള്ള അത്. Yeah, it's nice. ഇത് ക്രിസ്മസിൻ്റെ തീമുമായിട്ടും ഇതും ഭംഗിയുണ്ട് കാണാനായിട്ട്. 18x18 ഇതെങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇതോ? പക്ഷെ ഇത് നമ്മുടെ അതിനായിട്ട് ചേരില്ലടാ, ഭയങ്കര ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസുകളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നോക്കി നോക്കി സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മേടിച്ചത്. വീട്ടിലെത്തി എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് കാണിക്കാവേ. ഇത് എനിക്ക് തോന്നുന്നു ഇത് അപ്പയാണോ എടുത്തത്? ഇത് ഐറ്റം ഓ, ഇത് ഞാൻ കണ്ടുപോലും ഇല്ല കേട്ടോ, എന്താ ഐറ്റം എന്നുള്ളത്. ടിഷ്യൂ പേപ്പർ ഹോൾഡറാണോ അത്? ഓക്കെ ഓക്കെ. ഓ, ഇതൊരു ടിഷ്യൂ പേപ്പർ ഹോൾഡറാ.
ഇത് പിന്നെ ഞാൻ ആദ്യം കാണിച്ച ഐറ്റമാണ്. ഞാനേ ഒരു സിസേഴ്സ് എടുത്തിട്ട് വരാവേ. അതാണ് കുറച്ചും കൂടി കട്ട് ചെയ്യാനായിട്ട് എളുപ്പം. ഒരു ഭയങ്കര സേഫായിട്ട് സാധനം പാക്ക് ചെയ്തൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഐറ്റം ഇതാണ്. ഇത് ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വെക്കണം. ഇത് മൂന്നാമത്തെ ഐറ്റം അവിടുന്ന് ആ ട്രേ പോലത്തെ ഐറ്റം എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ വേറൊരു ഐറ്റം അതുപോലത്തെ തന്നെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ അകത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ശരിയായില്ലെങ്കിൽ പിന്നെ പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. അതിന് പകരം എന്നിട്ട് ഈ കണ്ടെയ്നർ മേടിച്ചു. കണ്ടോ, ഇതിനിങ്ങനെ ലിഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ട് യൂസ് ചെയ്യാം, അല്ലാണ്ടും യൂസ് ചെയ്യാം. അപ്പം ഇത് മേടിച്ചു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തന്ന ആ ഒരു വാട്ടറിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റുന്ന മാതിരത്തെ ഒരു പോട്ടില്ലേ, അതും മേടിച്ചു. അങ്ങനെ ഈ 4 ഐറ്റമാണ് കുര്യൻ ക്യൂരിയോസിൽ നിന്ന് മേടിച്ചത്. ഓക്കേ, ഞാൻ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഇതുപോലെ 1, 2, 3 ഐറ്റംസ് ഒക്കെയാണ് മേടിക്കാറുള്ളൂ കേട്ടോ. എല്ലാ പ്രാവശ്യവും അവിടെ വരുന്ന കളക്ഷൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ആവശ്യമുള്ള ഐറ്റംസുകൾ നോക്കി 1, 2 ഐറ്റംസുകളൊക്കെ മാത്രമായിട്ടേ മേടിക്കാറുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പോയിട്ട് നോക്കി കളക്ഷൻസ് നോക്കി മേടിച്ചാൽ മതിയല്ലോ. അങ്ങനെ പോയി നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് പ്രൈസൊക്കെ നോക്കി നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പോലത്തെ കുഞ്ഞു ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ട് എൻ്റെ മൈൻഡിൽ ചെറിയൊരു ഐഡിയ ഉണ്ടാവും. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്, അതിൻ്റെ കൂടെ വെക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഒരു ഡെക്കറേഷന് ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പല പ്രാവശ്യം റീയൂസ് ചെയ്യും. ഒരുപാട് പ്രാവശ്യം റീയൂസ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും ഞാനൊരു സാധനം പൈസ കൊടുത്ത് മേടിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ സെലക്ട് ചെയ്ത് മേടിച്ചത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നെ വേറൊരു ഷോപ്പിലും കൂടി പോയിട്ടുണ്ടായിരുന്നല്ലോ ബെഡ്ഷീറ്റ്സൊക്കെ സെലക്ട് ചെയ്ത് മേടിക്കാനായിട്ട്. അപ്പം അതും കൂടി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് കേട്ടോ. ബെഡ്ഷീറ്റ് ഞാൻ അവിടെ നിന്ന് കാണിച്ചതുപോലെ ഈ 3 ഷെയ്ഡാണ് എടുത്തത്. ഇത് ക്രോസ് സ്റ്റിച്ചിൻ്റെ, ഇത് 1, പിന്നെ ഞാനിത് വിടർത്തുന്നില്ല. ഇത് 2 ഷെയ്ഡ്, രണ്ടാമത്തെ ഷെയ്ഡ്, പിന്നെ ഇത് 3ാമത്തെ ഷെയ്ഡ്. എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ബെഡ്ഷീറ്റ്സ് എല്ലാം വൈറ്റിൽ ഉള്ള ഷെയ്ഡുകളാണ്. അപ്പം ഞാൻ ഇവരുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഈ വർക്കിൻ്റെ ബെഡ്ഷീറ്റ്സ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നതാണ് ഈസ്റ്ററിൻ്റെ ആ ഒരു ടൈമിൽ പോയിട്ട്
ബെഡ്ഷീറ്റ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ഷെയ്ഡിലുള്ളതെല്ലാം എനിക്കൊന്ന് മേടിച്ച് വെക്കണം എന്നുള്ളത്. ഞാൻ കൂടുതലും ഒരു ക്രിസ്മസിൻ്റെ ടൈമും ഈസ്റ്ററിൻ്റെ ടൈമും ഒക്കെ ആയിട്ടാണ് ബെഡ്ഷീറ്റ്സൊക്കെ മേടിക്കുന്ന ആ ഒരു ടൈം. അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ബെഡ്ഷീറ്റ്സും കാര്യങ്ങളും എല്ലാം കൂടുതലും മേടിച്ച് വയ്ക്കാറുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ റണ്ണേഴ്സ് വെക്കും. റണ്ണേഴ്സ് എപ്പോഴും ഞാൻ മാറ്റി മാറ്റി വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ തന്നെ എൻ്റെ ഡൈനിങ് ടേബിളുമൊക്കെ കിടക്കുന്ന ഒരു റണ്ണർ കണ്ടോ, ഇത് ഞാൻ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു റണ്ണറാട്ടോ. ഇതുപോലെ തന്നെ ഒരു പ്ലെയിൻ റണ്ണർ, ഇതിൽ ഞാൻ തന്നെ ലേസ് ബോർഡർ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു റണ്ണറാണിത്. അപ്പോൾ ഞാനൊരു ഇതുപോലെ പ്ലെയിൻ റണ്ണേഴ്സ് നോക്കിയിട്ടാണ് പോയത്. എനിക്കിതുപോലെ ഒന്നെങ്കിൽ ഇതിലൊരു വൈറ്റ് ക്രോഷ്യോ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ബേജ് കളറോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് ഇട്ടിട്ട് ക്രോഷ്യോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിപ്പോയതാ. ഇല്ലെങ്കിൽ ഞാൻ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യും. അപ്പോൾ എനിക്കിതിൻ്റെ പല ടൈപ്പ് ഇത് കണ്ടോ, പല ക്ലോത്തിൻ്റെ പല മെറ്റീരിയൽസാണ്. ഇത് പല പല മെറ്റീരിയലിലുള്ള വർക്കിലുള്ള ടൈപ്പ് മെറ്റീരിയൽസ് ക്ലോത്ത് നമുക്ക് കിട്ടും. പിന്നെ ഈ 2 കുഷ്യൻ കവേഴ്സാണ് എടുത്തത്, സെലക്ട് ചെയ്തത് ഞാൻ അവിടെ നിന്ന്. ഈ 2 കുഷ്യൻ കവേഴ്സും ആണ് അവിടെ നിന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം. പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാം, ഇത് പ്രമോഷൻ വീഡിയോയും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ. ഞാൻ സാധാരണ പോകുന്ന ഷോപ്പുകളായതുകൊണ്ട് ഞാൻ അവിടെ പോകുമ്പം വീഡിയോ എടുത്തു, പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇട്ടു എന്നേ ഉള്ളൂ. പ്രമോഷൻ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ, അത് പ്രത്യേകം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോകളുമായിട്ട് കാണാം. ബൈ.